പ്രകൃതിയോട് ചേർന്ന ജീവിതം ഒരു ത്യാഗമാണോ അതോ തെറ്റായ ജീവിത രീതിയിൽ നിന്നുള്ള ഒരു തിരിച്ചുവരവാണോ? നമുക്ക് പരിശോധിക്കാം. Environment-centric life is not a sacrifice, but a return from our wrong lifestyle. പ്രകൃതിയോട് ചേർന്ന ജീവിതം. കൂടുതൽ ഉപഭോഗവും സൗകര്യവും തന്നെയാണ് സന്തോഷമെന്ന് നാം എന്തുകൊണ്ട് വിശ്വസിക്കുന്നു? പ്രകൃതിയോട് ചേർന്ന് ജീവിക്കുന്നത് പ്രയാസമാണെന്ന് നമുക്ക് തോന്നുന്നത് നമ്മൾ പ്രകൃതിയിൽ നിന്ന് അകന്നു പോകുന്നത് കൊണ്ടല്ലേ? പ്രകൃതിയോട് ചേർന്ന ജീവിതം നഷ്ടമെന്ന് തോന്നുന്നത് നാം യഥാർത്ഥ ആവശ്യങ്ങളും കൃത്രിമ ആവശ്യങ്ങളും വേർതിരിച്ചറിയാത്തത് കൊണ്ടല്ലേ? ഏവർക്കും നമസ്കാരം. ഇന്നത്തെ സുഭാഷിതം പ്രകൃതിയോട് ചേർന്ന ജീവിതം എന്ന വിഷയത്തിന്മേലാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ മനസ്സിലാക്കി വന്ന ഒരു ക്രമത്തിൽ പറയുകയാണെങ്കിൽ, പരിസ്ഥിതി സൗഹൃദ ജീവിതം നമ്മുടെ ചെറിയ ചില ജീവിത മാറ്റങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ടതാണോ, അല്ലെങ്കിൽ ചെറിയ ജീവിത മാറ്റങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്നുകൊണ്ട് നമുക്ക് തീർക്കാവുന്നതാണോ നമ്മുടെ ഉത്തരവാദിത്തം, പ്രകൃതിയോടുള്ള അല്ലെങ്കിൽ പരിസ്ഥിതിയോടുള്ള ഉത്തരവാദിത്തം എന്നതാണ്. അടുത്തതായിട്ട് നമ്മൾ മനസ്സിലാക്കിയത്, പരിസ്ഥിതി പ്രശ്നങ്ങൾക്ക് നമ്മൾ അവ അർഹിക്കുന്ന പ്രാധാന്യം നമ്മുടെ ജീവിതത്തിൽ നൽകുന്നുണ്ടോ, ഇല്ലെങ്കിൽ എന്തുകൊണ്ട് എന്നുള്ള കാര്യമാണ്. വീണ്ടും നമ്മൾ മനസ്സിലാക്കിയത്, പ്രകൃതി സംരക്ഷണം അല്ലെങ്കിൽ പരിസ്ഥിതി പ്രവർത്തനം എന്നത് നമ്മുടെ താൽക്കാലികമായിട്ടുള്ള നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളോടുള്ള പ്രതിഷേധമോ അല്ലെങ്കിൽ പ്രതികരണമോ അതിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ടതാണോ, അതോ നിരന്തരമായിട്ടുള്ള ഒരു ജീവിത മാറ്റമാണോ നമുക്ക് ആവശ്യം എന്നതായിരുന്നു. ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്ന അല്ലെങ്കിൽ പരിശോധിക്കാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, പ്രകൃതിയോട് ചേർന്ന ജീവിതം അതിനെ നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത് എന്നുള്ളത്. പൊതുവിൽ പ്രകൃതി എന്ന വാക്ക് ഏറ്റവും കൂടുതൽ പ്രചരിച്ചു വരുന്നത് പ്രകൃതി ജീവനം, പ്രകൃതി ചികിത്സ, പ്രകൃതിയോട് ഇണങ്ങിയ ജീവിതം, ഇങ്ങനെയുള്ള കാര്യങ്ങളിലാണ്. ഇതിനോടൊക്കെ പൊതുവെയുള്ള ഒരു സമീപന രീതിയായിട്ട് നമ്മുടെ ചില അനുഭവങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്, ഇതൊക്കെ ഇന്ന് നടക്കുന്ന കാര്യമാണ്. ഇത് നമുക്ക് പറ്റിയ കാര്യമല്ല. കാരണം നമുക്ക് പണ്ട് കാലത്ത് ജീവിച്ചതുപോലെ തന്നെ, അതായത് കാട്ടിലെ മനുഷ്യർ ജീവിക്കുന്നത് പോലെയൊന്നും നമുക്ക് ജീവിക്കാൻ സാധിക്കണമെന്നില്ല. മാത്രമല്ല, നമ്മൾ ഇത്രയൊക്കെ ശ്രദ്ധിച്ചിട്ട് എന്താ സംഭവിക്കാൻ പോകുന്നത്? ഞങ്ങളും മരിക്കും, നിങ്ങളും മരിക്കും. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളതൊക്കെ നമ്മൾ ഉപഭോഗം ചെയ്ത്, അല്ലെങ്കിൽ അവരുടെ ജീവിത രീതിയിൽ പറയുകയാണെങ്കിൽ, നമുക്ക് തിന്നാൻ തോന്നുന്നത് തിന്ന്, കുടിക്കാൻ തോന്നുന്നത് കുടിച്ച് വളരെ ലാവിഷായിട്ട് ജീവിച്ച് മരിച്ചൂടെ എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ എല്ലാവരുടെയും ഉദ്ദേശം, എങ്ങനെ ജീവിച്ചാലും എല്ലാവർക്കും ആവശ്യം എന്താണ്? സന്തോഷകരമായിട്ടുള്ള ജീവിതം എന്നുള്ളതാണ്. അപ്പൊ ആ സന്തോഷകരമായിട്ടുള്ള ജീവിതം നഷ്ടപ്പെടുത്തുന്നതാണ്. അതാണ് നമ്മൾ ആദ്യം ചോദിച്ച ഒരു ചോദ്യം. അതായത് പ്രകൃതിയോട് ചേർന്ന ജീവിതം എന്ന് പറയുന്നതിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു ത്യാഗമാണ്. നമുക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ നമുക്ക് ലഭിച്ചിട്ടുള്ള സൗകര്യപ്രദമായിട്ടുള്ള ഒരു ജീവിതം നഷ്ടപ്പെടുത്തുന്നതാണോ ഈ പ്രകൃതിയോട് ചേർന്നുള്ള ജീവിതം? ആണോ? അല്ല, ഒരിക്കലും അല്ല. കാരണം അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ജീവിത മാറ്റം, ഒരു ശീലമാറ്റം ആവശ്യപ്പെടുന്നത്? കാരണം നമ്മളിപ്പോ പിന്തുടർന്നു കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ നയിച്ചു കൊണ്ടുപോകുന്ന ഒരു ജീവിതം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മുടെ എന്താണോ നമ്മുടെ ജീവിതത്തിന് വേണ്ടത്, നമുക്ക് സന്തോഷം, സമാധാനം ഒക്കെ ആയിട്ടുള്ള ഒരു ജീവിതം, അതിലേക്ക് നമ്മൾ എത്തിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇവിടെ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്, കൂടുതൽ ഉപഭോഗവും സൗകര്യവും തന്നെയാണ് സന്തോഷമെന്ന് നാം എന്തുകൊണ്ട് വിശ്വസിക്കുന്നു? ഇപ്പോ ആ ഒരു വിശ്വാസമാണ് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്, അല്ലെ? പൊതുവെ നമ്മൾ നമ്മുടെ പൊതുജീവിതത്തെ നോക്കുകയാണെങ്കിൽ എല്ലാവരും സന്തോഷം അല്ലെങ്കിൽ സമാധാനം അല്ലെങ്കിൽ നിലനിൽപ്പ്, ഇതിനൊക്കെ വേണ്ടിയിട്ട്, അതായത് നിലനിൽപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് പ്രകൃതിയുടെ ആ രീതിയിലല്ല കാണേണ്ടത്. നമുക്ക് ഇന്നത്തേക്കുള്ള അല്ലെങ്കിൽ നാളത്തേക്കുള്ള കാര്യങ്ങൾ ശേഖരിക്കുക. അപ്പോൾ അത് ഇന്ന് നമുക്കറിയാം, കൃത്യമായിട്ടും ഒരു പണത്തിൽ അധിഷ്ഠിതമായ അല്ലെങ്കിൽ
തൊഴിലിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു ജീവിതമൊക്കെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. തീർച്ചയായിട്ടും ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ ഒരു വ്യവസ്ഥ ആവശ്യപ്പെടുന്ന, അല്ലെങ്കിൽ വ്യവസ്ഥ നമുക്ക് ആവശ്യമാണെന്ന് തോന്നിച്ചിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ പരമാവധി നമ്മൾ സമ്പാദിക്കുക, പരമാവധി അത് ചെലവാക്കി നമ്മുടെ സന്തോഷങ്ങൾ കണ്ടെത്തുക. ഈ രീതിയിലാണ് നമ്മൾ ഇപ്പൊ ജീവിച്ച് മുന്നോട്ട് പോകുന്നത്. അപ്പൊ ആ പരമാവധി ഉപഭോഗം ചെയ്യുക, നമുക്ക് വേണ്ടത് എടുത്തുകൊണ്ടേ ഇരിക്കുക എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ കൂടുതൽ കൂടുതൽ നമ്മുടെ സൗകര്യം വർദ്ധിപ്പിക്കുക, ജീവിത നിലവാരം എന്നത് കൊണ്ട് നമ്മൾ ഇന്ന് എന്താണോ മനസ്സിലാക്കി വെച്ചിട്ടുള്ളത് ആ രീതിയിലേക്ക് നമ്മളെ ജീവിതത്തെ കൊണ്ട് എത്തിക്കുക എന്നതിലാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുന്നത്. അപ്പൊ അവിടെ ശരിക്കും അത്രയും തിരക്കുള്ള നമുക്ക് നമ്മളെ നിലനിർത്തുന്ന പ്രകൃതി അല്ലെങ്കിൽ ഒരു ജീവിത മാറ്റം എന്നുള്ളതൊന്നും ഒരിക്കലും പ്രായോഗികമായിട്ട് തോന്നണമെന്നില്ല. ശരിയാണ്. അപ്പോ ഈ ഒരു സൗകര്യവും ഉപഭോഗം ചെയ്യുക എന്നുള്ള രീതിയും എന്തുകൊണ്ടാണ് നമ്മൾ അതിലേക്ക് തന്നെ ശ്രദ്ധിച്ചു പോകുന്നത്? കാരണം ഇതിനെല്ലാം നയിക്കുന്നത് ഉപഭോഗ സംസ്കാരം എന്ന് പറയുന്ന നമ്മുടെ ഇന്നത്തെ ഒരു വ്യവസ്ഥയാണ്. അതിനെല്ലാം ചേർത്താണ് നമ്മൾ അങ്ങനെ കൺസ്യൂമറിസം എന്നൊക്കെ പേരിട്ട് വിളിക്കുന്നത്. കാരണം അതിൽ കൺസ്യൂം ചെയ്യുക എന്നത് മാത്രമാണ് പഠിപ്പിക്കുന്നത്. അതിനു വേണ്ടിയുള്ള പുതിയ രീതികൾ ഡെവലപ്പ് ചെയ്യുക, പുരോഗമിക്കുക, പരിഷ്കരിക്കുക. അപ്പൊ ഇതിലൂടെയൊക്കെ നമ്മൾ എത്തിച്ചേരുന്നത് നമുക്ക് കൂടുതൽ സന്തോഷകരമായ ഒരു ജീവിതം എന്നുള്ളതാണ്, കൂടുതൽ സുരക്ഷിതമായിട്ടുള്ള ഒരു ജീവിതം എന്നുള്ളതൊക്കെയാണ്. ഇതൊക്കെയാണ് അതിലൂടെ ലഭിക്കുമെന്ന് പറയുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്താണ്? നമ്മൾ കൂടുതൽ എടുക്കും തോറും പ്രകൃതിയിൽ നിന്ന് ഉള്ള സ്വാഭാവികമായിട്ടുള്ള ആ ഒരു നൽകൽ അത് തടസ്സപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇത് പ്രകൃതിയിൽ നമ്മൾ പറഞ്ഞു, പ്രകൃതി എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കാതെ, പ്രകൃതിയുടെ ഒരു പ്രവർത്തന രീതി, പ്രവർത്തന സ്വഭാവം എന്താണെന്ന് മനസ്സിലാക്കാതെയാണ് നമ്മൾ അതിൽ ഇടപെടുന്നത്. സ്വാഭാവികമായിട്ടും എല്ലാം ചേർന്ന് നിൽക്കുന്നതിന്റെ ഇടയിലേക്കാണ് നമ്മൾ നമ്മുടേതായിട്ടുള്ള സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാനായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളത് ശരിക്കും ഇവിടെ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. കാരണം അതൊക്കെ കാലങ്ങളെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്, കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് അല്ലെ. നമുക്ക് യാത്ര ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് അത് മറ്റൊരുപാട് ജീവികളുടെ, മനുഷ്യരടക്കമുള്ള ഒരുപാട് ജീവികളുടെ ആവാസ വ്യവസ്ഥയിലൂടെയാണ് അത് കടന്നു പോകുന്നത്. പക്ഷെ നമുക്ക് ഇന്നത്തെ വ്യവസ്ഥയിൽ അത് ലഭിച്ചേ പറ്റും, അത് കൂടിയേ തീരൂ എന്നുള്ളതാണ്. അപ്പൊ എവിടെയാണ് നമുക്കൊരു ജീവിത മാറ്റം വരേണ്ടത് എന്നുള്ളത് നമ്മൾ വളരെ ആഴത്തിൽ അല്ലെങ്കിൽ വളരെ ഗൗരവത്തോടു കൂടി ചിന്തിക്കേണ്ട ഒരു കാര്യമാണെന്നുള്ളതാണ്. അപ്പൊ നമ്മളെ എന്താണോ ജീവിത സന്തോഷം നൽകുന്നത് എന്ന് നമ്മുടെ ഉള്ളിൽ ഒരു ട്രെൻഡ് മേക്കിംഗ് പോലെ ഇപ്പോ ഒരു ചിത്രം നൽകി വെച്ചിട്ടുണ്ട്. അപ്പൊ അത് ആണോ നമുക്ക് വേണ്ടത് എന്നുള്ളത് നമ്മൾ പുനഃപരിശോധിക്കുക. അടുത്ത ചോദ്യമായിട്ട് വരുന്നത്, പ്രകൃതിയോട് ചേർന്ന് ജീവിക്കുന്നത് പ്രയാസമാണെന്ന് നമുക്ക് തോന്നുന്നത് നമ്മൾ പ്രകൃതിയിൽ നിന്ന് അകന്നു പോയത് കൊണ്ടല്ലേ? ശരിയാണല്ലേ. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അത് തന്നെയാണ് ചർച്ച ചെയ്തത്. പ്രകൃതി എന്ന് പറയുന്നത്, ഞാൻ പരിസ്ഥിതി എന്ന് പറയുന്നത് എനിക്ക് വേണം, കാരണം പരിസ്ഥിതിയാണ് എനിക്കെല്ലാം നൽകുന്നത്. ഇത് നമുക്ക് നന്നായിട്ട് അറിയാം. നമുക്ക് വേണ്ട ഭക്ഷണം നൽകുന്നത്, നമുക്ക് വേണ്ട വെള്ളം നൽകുന്നത്, നമുക്ക് വേണ്ടുന്ന എല്ലാം നമുക്ക് ലഭിക്കുന്നത് പ്രകൃതിയിൽ നിന്ന്, പ്രകൃതി വിഭവങ്ങളിൽ നിന്നാണ് നമ്മൾ ഇതെല്ലാം നമുക്ക് വേണ്ടുന്ന രീതിയിലേക്കാക്കി മാറ്റി ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് പ്രകൃതി വേണം. പക്ഷെ ആ പ്രകൃതിയിലുള്ള മറ്റ് ജൈവരാശികൾ അല്ലെങ്കിൽ മറ്റ് ജീവജാലങ്ങൾ, ഇവനിപ്പോ മനുഷ്യർ എന്നുള്ള രീതിയിൽ മാത്രമാണ് നമ്മൾ ചിന്തിച്ചു പോകുന്നതെങ്കിൽ നമ്മുടെ നിലവാരത്തിലല്ലാത്ത മനുഷ്യരെ പോലും ഇവിടെ ആവശ്യമില്ലെന്നുള്ള ഒരു ചിന്തയിലേക്ക് നമ്മൾ, അതായത് മനുഷ്യ സമൂഹം എത്തിപ്പറ്റുന്നുണ്ട്, മനുഷ്യ ചിന്താ രീതി അല്ലെങ്കിൽ മനോഭാവം എത്തി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ പ്രകൃതിയോട് ചേർന്ന് ജീവിക്കുക എന്ന് പറയുന്നതൊക്കെ, ആ ഒരു മനോഭാവമൊക്കെ ഉണ്ടായിട്ടുള്ളത് നമ്മൾ മുന്നേ പറയുന്നത് പോലെ ആ കൺസ്യൂമറിസ്റ്റിക് ലൈഫ് സ്റ്റൈലിൽ നിന്നാണ്. അവിടെ നമുക്ക് വേണ്ടത് മാത്രം, ആ നമുക്ക് എന്നുള്ളതിൽ മാറി എനിക്ക് വേണ്ടത് മാത്രം, എന്റെ സന്തോഷത്തിന് എന്തെല്ലാമാണോ വേണ്ടത് അത് മാത്രമായിട്ട് നിലനിർത്തുക എന്നുള്ളത്. അപ്പൊ അത് ഉണ്ടായിട്ടുള്ളത് തീർച്ചയായിട്ടും പ്രകൃതിയിലെ ഭാഗമാണ് ഞാൻ എന്ന തിരിച്ചറിവ് ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ്. പ്രകൃതിയോട് ചേർന്ന ജീവിതം നഷ്ടമെന്ന് തോന്നുന്നത് നാം യഥാർത്ഥ ആവശ്യങ്ങളും കൃത്രിമ ആവശ്യങ്ങളും വേർതിരിച്ച് അറിയാത്തത് കൊണ്ടല്ലേ? അപ്പൊ നമ്മൾ ആദ്യത്തെ ചോദ്യത്തില് അഡ്രസ് ചെയ്ത പോലെ തന്നെ ഇതിലും പറയുന്നത്, നമ്മൾ എന്തൊക്കെയോ നഷ്ടമാക്കേണ്ടിയിരിക്കുന്നു പ്രകൃതിയോട് ചേർന്ന് ജീവിക്കാൻ എന്നുള്ളതാണ്. അവിടെ നമ്മൾ ഈ നഷ്ടപ്പെടുത്തുന്നു എന്ന് ചിന്തിക്കുന്നതിന്റെ ഒരു പ്രധാന കാരണം അത് നമുക്ക് നഷ്ടപ്പെടുത്താൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അത് തീർച്ചയായിട്ടും നമ്മുടെ ശീലത്തിന്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്. നമ്മളിപ്പോ നഷ്ടപ്പെടുത്താൻ മടിക്കുന്ന പല കാര്യങ്ങളും നമ്മുടെ ശീലത്തിന്റെ ഭാഗമായി മാത്രം ഉണ്ടായിട്ടുള്ളതാണ്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, ഇപ്പൊ നമ്മുടെ ശരീരം എന്ന് പറയുന്നത് കൃത്യമായിട്ടും ഒരു പ്രത്യേക പ്രവർത്തന സ്വഭാവത്തോടു കൂടി പ്രവർത്തിക്കുന്നതാണ്.
അതിന് അതായത് ശരീരത്തിന് ചില നിയമങ്ങളുണ്ട്. ആ നിയമത്തിന് ചേരാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമുക്ക് രോഗങ്ങൾ ഉണ്ടാകുന്നത്, അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകുന്നത്. അതുപോലെ മനസ്സിന്റെ പ്രവർത്തനത്തിന് ചില രീതികളുണ്ട്. ഇതൊക്കെ തെറ്റിക്കുമ്പോഴാണ് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ദഹിക്കാത്ത ഒരു കാര്യം ശരീരത്തിനകത്തേക്ക് കയറി കൂടുകയാണെങ്കിൽ അവിടെ ശരീരത്തിന്റെ പരിസ്ഥിതിയിൽ പ്രശ്നം ഉണ്ടാകും അല്ലെ. നമ്മുടെ ശരീരത്തിന്റെ അവയവങ്ങളും കോശങ്ങളൊക്കെ പറയും, ഇപ്പൊ കോശങ്ങളൊക്കെ വേദന രൂപത്തിലോ അസ്വസ്ഥ രൂപത്തിലൊക്കെ നമുക്ക് സൂചന നൽകും. അത് ശ്രദ്ധിക്കൂ ശ്രദ്ധിക്കൂ, ഇവിടെ ഒരു പ്രശ്നം വന്നിരിക്കുന്നു എന്ന് പറയും. അപ്പൊ നമ്മൾ അത് പുറത്ത് നിന്ന് എന്തെങ്കിലും നൽകിക്കൊണ്ടോ അല്ലെങ്കിൽ അകത്തുള്ള പരിസ്ഥിതിക്ക് വേണ്ടുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ, ഇപ്പൊ നമ്മൾ മുന്നേ പറഞ്ഞ തലവേദന വരികയാണെങ്കിൽ നമുക്ക് തലവേദന ഉണ്ടായ കാരണം എന്താണ്, മലബന്ധമാണോ തലവേദനയ്ക്ക് ഉണ്ടായ കാരണം? അങ്ങനെയാണെങ്കിൽ എന്താ, നന്നായിട്ട് മലശോധന ഉണ്ടാക്കാനുള്ള ഒരു അവസരം ശരീരത്തിന് നൽകുക എന്നുള്ളത്. അതിലൂടെ മാത്രമേ നമുക്ക് ആ ഉണ്ടായിട്ടുള്ള പ്രശ്നം ഇല്ലാതാക്കാൻ സാധിക്കുള്ളൂ. എന്നതുപോലെ പരിസ്ഥിതിയും നമുക്ക് നിരന്തരം സൂചനകൾ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. പല പ്രശ്നങ്ങളും, വെള്ളപ്പൊക്കങ്ങൾ അല്ലെങ്കിൽ പിന്നെ പല കടലിൽ ഉണ്ടാകുന്ന പല വൻ മാലിന്യങ്ങളിലൂടെ ഉണ്ടാകുന്ന ജീവിവർഗങ്ങൾക്ക് ഉണ്ടാക്കുന്ന നാശനഷ്ടങ്ങൾ, അതുപോലെ പിന്നെ പ്ലാസ്റ്റിക് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, ഇതൊക്കെ നിരന്തരം പല രീതികളിൽ പല അപകടങ്ങളിലൂടെ ദുരന്തങ്ങളിലൂടെ ഒക്കെ പ്രകൃതി മുന്നറിയിപ്പ് നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. ശ്രദ്ധിക്കൂ, നിങ്ങൾ കുറച്ചുകൂടി നിങ്ങളുടെ ജീവിത രീതിയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കൂ എന്നുള്ളതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അവിടെയും ഈ പറയുന്നത് പോലെ ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു ജീവിത മാറ്റം, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ പ്രതിഷേധ പ്രകടനങ്ങൾ അല്ലെങ്കിൽ സമരങ്ങൾ അങ്ങനെയൊക്കെ ചെയ്ത് നമ്മൾ വീണ്ടും പൂർവ്വസ്ഥിതിയിലേക്ക് അതിനെ കൊണ്ടെത്തിച്ച്, അല്ലെങ്കിൽ അങ്ങനെ ആയി എന്ന് ധരിച്ച്, അതായത് തലവേദന ആ വേദന മാറി എന്നുള്ളൊരു അവസ്ഥയിലേക്ക് എത്തിച്ച് വീണ്ടും നമ്മുടെ പഴയ ജീവിത രീതി തന്നെ, നമുക്ക് എന്തെല്ലാമാണോ കഴിക്കാൻ തോന്നുന്നത് എന്ന് അത് കഴിച്ച് വീണ്ടും പഴയ രീതിയിലേക്ക് പോവുക എന്നതുപോലെ നമ്മുടെ ജീവിത രീതിയിൽ യാതൊരു മാറ്റവും വരുത്താതെ എല്ലാം പഴയതുപോലെ തന്നെ നമ്മൾ കൊണ്ടുപോകുന്നതാണ്. അപ്പോൾ ഇങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് വീണ്ടും എന്താണ് സംഭവിക്കുന്നത്, അതേ പ്രശ്നങ്ങൾ കുറച്ചുകൂടി ആഘാതം കൂടിയ അവസ്ഥയിൽ നമ്മൾ അനുഭവിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ഇത് എനിക്ക് ആവശ്യമുണ്ടോ? അപ്പൊ നമ്മളിപ്പോ കൊറോണ വന്ന സമയത്തും പ്രളയങ്ങൾ ഉണ്ടായ സമയത്തൊക്കെയും മനസ്സിലാക്കിയ ഒരു കാര്യം, ഇത്രയൊക്കെ എനിക്ക് മതി, അല്ലെങ്കിൽ ഇത്രയും കൊണ്ട് എനിക്ക് ജീവിക്കാൻ കഴിയും എന്നുള്ളതൊക്കെയാണ് അല്ലെ. ഒരുപാട് പേർക്ക് പിന്നെ ഭവനങ്ങൾ നഷ്ടമായി, അതുപോലെ ഇപ്പൊ ഡിമോണിറ്റൈസേഷൻ ഉണ്ടായപ്പോഴും, അതുപോലെ കൊറോണ എന്ന അസുഖം വന്നപ്പോഴൊക്കെയും പലരെയും അവരുടെ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് മാറ്റി ഒറ്റപ്പെട്ട് നിർത്തി അപ്പോഴൊക്കെയും ഒരുപാട് പേർക്ക് തിരിച്ചറിവ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സാഹചര്യമായിരുന്നു അത്. അതായത് എനിക്ക് ഇത്രയും കൊണ്ട് ജീവിക്കാൻ സാധിക്കും. ഒരുപാട് പേര് അതിലൂടെ പ്രകൃതിയോട് ചേർന്ന ജീവിതം അല്ലെങ്കിൽ പരിസ്ഥിതിയെ കൂടി പരിഗണിക്കേണ്ടതുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി ഒരു ജീവിത രീതിയിലേക്ക് മാറിയ ഒരു ജീവിത രീതിയിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. പക്ഷെ അത് വളരെ കുറച്ച് പേരിലാണ് അത്തരം മാറ്റങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്, ഒരു കാഴ്ചപ്പാടിലൊക്കെ. അപ്പൊ അത്രയും കൊണ്ട് മതിയാകുന്നില്ല ഈ പ്രകൃതിയിലെ ഈ പ്രശ്നങ്ങൾ തീർക്കാൻ എന്നുള്ളതാണ്. അപ്പൊ ഇത് പറയുന്നത് ഇപ്പോഴും ധാരാളം പേര് മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക, അല്ലെങ്കിൽ മറ്റ് സഹജീവികൾക്ക് വേണ്ടിയുള്ള ഭക്ഷണം നൽകുക, അങ്ങനെ ഒരുപാട് നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങൾ, പരിസ്ഥിതി പ്രവർത്തനങ്ങൾ നടത്തി വരുന്നുണ്ട്. അവരെയെല്ലാം നന്ദിയോടെ സ്മരിച്ചുകൊണ്ട് അവരെയെല്ലാം നമ്മളിവിടെ പറയുന്നത്, തീർച്ചയായും അതിനെല്ലാം ഇവിടെ അർഹിക്കുന്ന പ്രാധാന്യമുണ്ട്. അങ്ങനെ കുറച്ച് പേര് പലയിടങ്ങളിലായിട്ട് ചേർന്ന് ഒറ്റയ്ക്കും പിന്നെ താൽക്കാലികമായിട്ടൊക്കെ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ കൊണ്ട് കൂടിയാണ് ഈ ഒരു വ്യവസ്ഥ, നമ്മൾ ജീവിക്കുന്ന ഈ ഒരു അന്തരീക്ഷം എന്ന് പറയുന്നത് ഇങ്ങനെയെങ്കിലും നമുക്ക് നിലനിർത്താൻ സാധിക്കുന്നത്, നമുക്ക് ഇങ്ങനെയെങ്കിലും അനുഭവിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മുടേതായ ഒരു മാറ്റം, നമ്മുടേതായ ഒരു മാറ്റത്തിലൂടെ നമ്മുടെ ഈ പ്രകൃതിക്ക് അല്ലെങ്കിൽ ഈ ജൈവ സമൂഹത്തിന് നൽകുന്ന ഒരു ആശ്വാസം എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഇപ്പോ ആലോചിച്ച് നോക്കുക, ഒരു ദിവസം നമ്മൾ പ്ലാസ്റ്റിക് ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കും? ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? കാരണം നമ്മൾ ഉണർന്ന് എണീച്ചു കഴിഞ്ഞാൽ നമ്മൾ പല്ല് തേക്കാൻ ഉപയോഗിക്കുന്ന ബ്രഷ് മുതൽ നമ്മൾ കിടക്കാൻ ഉപയോഗിക്കുന്ന, കുടിക്കാൻ ഉപയോഗിക്കുന്ന, കഴിക്കാൻ ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങൾ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന എല്ലാ കാര്യങ്ങളും പ്ലാസ്റ്റിക്കിനെ ആശ്രയിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഒരു ദിവസം നമ്മൾ പ്ലാസ്റ്റിക് ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ, ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ, അത് നമ്മുടെ പരിസ്ഥിതിയിൽ ഉണ്ടാക്കുന്ന ആ ഒരു മാറ്റം അല്ലെങ്കിൽ ഗുണം എന്ന് പറയുന്നതിന്റെ സാധ്യത നമുക്ക് നിർവചിക്കാവുന്നതിന് അല്ലെങ്കിൽ പ്രവചിക്കാവുന്നതിന് അപ്പുറമായിരിക്കും. അതുപോലെ തന്നെയാണ് ഏതൊരു ചെറിയ മാറ്റവും. ഇപ്പൊ ഒരു മരത്തൈ നമ്മൾ നടുന്നു, അല്ലെങ്കിൽ ഒരു ചെറിയ ചെടി അവിടെ നിൽക്കാൻ അനുവദിക്കുന്നു, അവിടെ എന്താണ് സംഭവിക്കുന്നത്? അവിടെ ആ ചെടി എന്ന് പറയുന്നത് അവിടെ അതിന്റെ ആ ചെറിയ അന്തരീക്ഷത്തിൽ ഉണ്ടാക്കുന്ന മാറ്റം, അത് ഒരുപക്ഷെ ഓക്സിജൻ നൽകുന്നുണ്ടാവാം, ചെറിയ അളവിലെങ്കിലും കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിക്കുന്നുണ്ടാവാം. അതുപോലെ പല ജീവികൾക്കും
ആഹാരമാകുന്നുണ്ടാകാം, പല ജീവികൾക്കുമുള്ള ആവാസ വ്യവസ്ഥ അത് ഒരുക്കുന്നുണ്ടാവാം. അങ്ങനെ പലതും ആ ഒരു കൊച്ചു ചെടിയിലൂടെ ആ അന്തരീക്ഷത്തിൽ സംഭവിക്കുന്നുണ്ടാവാം. പക്ഷെ നമുക്ക് ഈ ആഴത്തിലുള്ള ഈ പ്രവർത്തനങ്ങളൊന്നും നമ്മൾ മനസ്സിലാക്കാതെ നമ്മൾ വെറുതെ ഒരു ചെടി നടുന്നു. അപ്പോൾ അങ്ങനെ അറിഞ്ഞും അറിയാതെയൊക്കെ നമ്മളിവിടെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ അറിഞ്ഞു ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടി ഫലപ്രദമായിട്ട്, കുറച്ചുകൂടി വേഗത്തിൽ, കുറച്ചുകൂടി ആഴത്തിൽ നമുക്ക് പ്രവർത്തിക്കാനായിട്ട് സാധിക്കും. അപ്പൊ നമ്മളിവിടെ ഈ 3 ചോദ്യങ്ങളിലൂടെയും എത്തിക്കാൻ ശ്രമിക്കുന്നത്, പ്രകൃതിയോട് ചേർന്ന ജീവിതം എന്ന് പറയുന്നത് ഒരിക്കലും നമ്മുടെ ഇന്നത്തെ സൗകര്യങ്ങളിൽ നിന്നുള്ള തുടച്ചു മാറ്റലല്ല. നമ്മൾ അവിടെ ശ്രദ്ധിക്കേണ്ടത് ഏതൊന്നിന്റെയും നിലനിൽപ്പിന് ഏറ്റവും അത്യാവശ്യം എന്താണെന്നതിലേക്കാണ്. അപ്പൊ നമ്മൾ പ്രാഥമികമായിട്ടുള്ള ഒരു ആവശ്യം എന്താണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനായിരിക്കും നമ്മൾ പ്രാധാന്യം കൊടുക്കുക, അല്ലെ? ഇന്നത്തെ ഒരു വ്യവസ്ഥ നമ്മൾ എത്തിച്ചു നിർത്തിയിരിക്കുന്നത്, എനിക്ക് തോന്നുന്നു, ഒരു പക്ഷെ ഒരു സാധ്യതയാണ്, ഇനി വരുന്ന ഒരു ജെൻ സെഡ് എന്നൊക്കെ പറയുന്ന ഒരു തലമുറയിലാണ് നമ്മളിപ്പോ പോകുന്നതെന്ന് പറയുന്നുണ്ടല്ലോ. അതിനോടൊക്കെ എന്താണ് നമ്മുടെ ഏറ്റവും പ്രാഥമികമായിട്ടുള്ള ആവശ്യം എന്ന് ചോദിക്കുകയാണെങ്കിൽ ഒരു പക്ഷെ മൊബൈലാണ് എന്നൊരു ഉത്തരം പ്രതീക്ഷിക്കാം. കാരണം അത്രയ്ക്കും അതിലേക്ക് ആഴ്ന്നിറങ്ങിയ ഒരു ജീവിതത്തിൽ ആ ജീവിതമാണ് അവർ കണ്ട് വരുന്നതെന്നുള്ളതാണ്. ഇപ്പൊ തന്നെ തക്കാളി എവിടെ നിന്നാണ് കിട്ടുന്നത് ചോദിച്ചാല് മാർക്കറ്റിൽ നിന്നാണെന്നാണ് ഒരു മറുപടി കിട്ടുക. പാല് തരുന്ന ജീവി ഏതാണ്? അത് നമ്മൾ നേരിട്ട് അനുഭവിച്ച ഒരു ചോദ്യമാണ്. നമുക്ക് പാല് തരുന്ന ജീവി ഏതാണെന്ന് ചോദിച്ചാൽ പാൽക്കാരൻ. ഇതാണ് നമുക്ക് കിട്ടുന്ന ഉത്തരം. അപ്പോ ഇതൊക്കെയും മനസ്സിലാക്കുന്നത് നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടിൽ നിന്നും എത്ര വേറിട്ട്, എത്ര അകന്നാണ് നമ്മൾ ജീവിച്ച് മുന്നോട്ട് പോകുന്നത്. അപ്പൊ നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരേണ്ടത് എവിടേക്കാണ്? നമ്മൾ ഈ നിലനിർത്തുന്ന പ്രകൃതി, അതിലേക്കാണ്. അപ്പൊ ഈ പ്രകൃതി അല്ലെങ്കിൽ പരിസ്ഥിതി എന്നതുകൊണ്ടൊക്കെ എന്താണ് ഉദ്ദേശിക്കുന്നത്, എന്താണ് അതിന്റെ ശരിയായിട്ടുള്ള പ്രവർത്തനം എന്നതൊക്കെയാണ് നമ്മൾ ഈ സുഭാഷിതത്തിലൂടെ, ഇപ്പോ 5 വർഷം തികയാൻ പോവുകയാണ് ഈ സുഭാഷിതം നമ്മൾ ആരംഭിച്ചിട്ട്. അപ്പൊ ഈ 5 വർഷത്തിലെ ക്ലാസ്സുകളിൽ നമ്മൾ വീണ്ടും വീണ്ടും പറയുന്നത് എന്താണ് പ്രകൃതി അല്ലെങ്കിൽ പരിസ്ഥിതി, ഇതിന്റെ പ്രവർത്തനം എന്താണ്, നമ്മുടെ ഒരു പങ്ക് എത്രത്തോളമാണ് ഇതിൽ എന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പൊ വളരെ ആഴത്തിൽ പറഞ്ഞിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതില്. അപ്പൊ ഞാൻ ഇതിൽ വളരെ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, വളരെ സാധാരണമായ രീതിയിൽ, എന്നാൽ വളരെ ആഴത്തിലൊന്നും പോകാൻ താല്പര്യമില്ലാത്ത ഒരുപാട് പേരുണ്ടാവും. എന്നാൽ അവർക്ക് എന്തൊക്കെ ചെയ്യണം എന്നുണ്ട്, പക്ഷെ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്തുകൊണ്ട് ഇത് ചെയ്യണം നമ്മൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവർക്ക് മനസ്സിലാകുന്നില്ല. അപ്പൊ അവരെ ചില ചോദ്യങ്ങളിലൂടെ അവരുടെ പ്രകൃതിയോട് ചേർത്ത് നിർത്തത്തക്ക വിധത്തിൽ ചിന്തിപ്പിക്കാൻ സാധിച്ചാൽ, അതിലൂടെ അവരുടെ പ്രവർത്തനങ്ങളിൽ കുറച്ച് അല്ലെങ്കിൽ ജീവിത രീതിയിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്താൻ സാധിച്ചാൽ എന്നുള്ള ആ ഒരു ചിന്തയിൽ നിന്നാണ് ഈ ചോദ്യങ്ങളിലേക്ക് വരുന്നത്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് എനിക്ക് ഇതിൽ പറഞ്ഞ് അവസാനിപ്പിക്കാനുള്ളത്, നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്? നമ്മളിപ്പോ ഇതിൽ ആദ്യം പറഞ്ഞു, സന്തോഷം നഷ്ടപ്പെടുന്നു എന്നുള്ളത് കൊണ്ടാണ് പ്രകൃതിയോട് ചേർന്ന ജീവിതം ബുദ്ധിമുട്ടാകുന്നത്, സൗകര്യം നഷ്ടമാകുന്നു എന്നുള്ളത് കൊണ്ടാണ്. എന്തിനാണ് നഷ്ടമാകുന്നത്? നമുക്ക് ഇനി ഒന്നും ലഭിക്കില്ല എന്ന് പറയുന്ന അവസ്ഥയിൽ എല്ലാം നഷ്ടപ്പെട്ടു എന്നുള്ള ഒരു അവസ്ഥയൊക്കെ പല സമയത്ത് നമുക്ക് അനുഭവിക്കുന്നുണ്ട്. പല പ്രളയങ്ങളിലൂടെയും ഒക്കെ ഒരുപാട് പേര് അനുഭവിക്കുന്നുണ്ട്. അപ്പം അവിടെയൊക്കെയും ഏറ്റവും പ്രാഥമികമായിട്ട് വരുന്ന ഒരു ആവശ്യം എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും നമ്മുടെ ജീവൻ നിലനിർത്തുക എന്നുള്ളതാണ്. അപ്പൊ ആ എങ്ങനെയെങ്കിലും നമ്മുടെ ജീവൻ നിലനിർത്തുക എന്നതിലേക്ക് എത്തിക്കാൻ തക്ക ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ വളരെ വേഗം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഒരു വേഗം കുറയ്ക്കുക എന്നുള്ളതാണ് ഇതിലൂടെയൊക്കെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആ നിലനിർത്തപ്പെടേണ്ട ഏറ്റവും പ്രാഥമികമായിട്ടുള്ള ആവശ്യം ജീവനാണ് എന്നുള്ള ആ ഒരു ചിന്തയിലേക്ക് എത്തിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ ചോദ്യങ്ങളെ പുനഃസംഹരിക്കാം. അപ്പോ പ്രകൃതിയോട് ചേർന്ന ജീവിതം എന്ന് പറയുന്നത് ഒരിക്കലും നമ്മുടെ സൗകര്യങ്ങൾ കുറയ്ക്കാനുള്ളതല്ല. എനിക്ക് തോന്നുന്നു ഒരു പക്ഷെ വളരെ സന്തോഷവും സമാധാനവും നിലനിർത്താനുള്ള ഒരു ജീവിത രീതിയിലേക്കുള്ള മാറ്റമാണ്. അതിന് നമ്മൾ പ്രകൃതിയിലേക്ക് കൂടുതൽ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഒരേ ഒരു വഴി. ആ പ്രകൃതിയിലേക്ക് ശ്രദ്ധിക്കുക എന്ന് പറയുന്നതിന് നമ്മൾ കൂടുതൽ ഒന്നും ചെലവാക്കേണ്ടതില്ല, നമ്മുടെ കൂടുതൽ സമയമൊന്നും നഷ്ടപ്പെടുത്തേണ്ടതില്ല. ഇരിക്കുന്ന അവസ്ഥയിൽ എന്താണ് നമ്മുടെ ചുറ്റുപാടും നടക്കുന്നത്, എങ്ങനെയാണ് ഞാൻ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്, എന്റെ ഈ മുന്നോട്ട് പോക്കിന് സഹായിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്, അവ എങ്ങനെയാണ് നിലനിൽക്കുന്നത്, ഇതിലേക്കൊക്കെ ഒന്ന് ചെറുതായിട്ട് ശ്രദ്ധിച്ചാൽ മതി. അപ്പൊ മനസ്സിലാകും നമ്മൾ കൂടുതലൊന്നും ചെയ്യേണ്ടതില്ല, എന്നാൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പല തെറ്റായ ജീവിത രീതികളും ശീലങ്ങളും മാറ്റിയാൽ മാത്രം മതി എന്നുള്ളത്. അപ്പൊ നമുക്ക് നമ്മുടെ ആവശ്യം എന്താണ്, എനിക്ക് ജീവൻ നിലനിർത്താൻ ചുരുങ്ങിയ ആവശ്യങ്ങൾ എന്തൊക്കെയാണ്, അത് നിലനിർത്താനായിട്ടുള്ള ആവശ്യങ്ങൾ എന്തൊക്കെയാണ് എന്നതിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. അങ്ങനെ എത്തുന്ന സമയത്ത് അല്ലെങ്കിൽ അങ്ങനെ തിരിച്ചറിയുന്ന സമയത്ത് മാത്രമാണ് യഥാർത്ഥത്തിലുള്ള ഒരു ജീവിത മാറ്റം, പ്രകൃതിയോട് ചേർന്ന ഒരു ജീവിതം എന്ന് പറയുന്നത് ആരംഭിക്കുന്നത്. അപ്പൊ അത്തരത്തിൽ ചിന്തിച്ച് നമ്മുടെ ജീവിത രീതിയിലേക്ക് വരുത്തേണ്ട മാറ്റങ്ങൾ
ഒരു പ്രശ്നമല്ല. നമുക്ക് കൂടുതൽ സുഖപ്രദമായിട്ടുള്ള, അല്ലെങ്കിൽ കൂടുതൽ സന്തോഷകരമായിട്ടുള്ള, കൂടുതൽ ശാന്തി നൽകുന്ന ഒരു ജീവിത രീതിയിലേക്കാണ് നമ്മളെ കൊണ്ടുപോവുക എന്ന് മനസ്സിലാക്കാൻ ഏവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പറഞ്ഞു വന്നത് എക്കോ ഫ്രണ്ട്ലി ലൈഫ് ഈസ് നോട്ട് എ സാക്രിഫൈസ് ബട്ട് എ റിട്ടേൺ ഫ്രം അവർ റോങ് ലൈഫ് സ്റ്റൈൽ. പ്രകൃതിയോട് ചേർന്ന ജീവിതം എന്താണെന്നുള്ളതാണ് പറഞ്ഞത്. അതിന് 3 ചോദ്യങ്ങളിലൂടെ നമ്മളതിനെ അവലോകനം ചെയ്യാൻ ശ്രമിക്കുന്നത്. സ്വയം ചോദ്യമാണ്. അപ്പോൾ സ്വയം കണ്ടെത്തേണ്ടിയാണ്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് നമ്മളിവിടെ ഡിസ്ക്രൈബ് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ അതിന് കൂടുതൽ ഉപഭോഗവും സൗകര്യം തന്നെയാണ് സന്തോഷമെന്ന് നാം എന്തുകൊണ്ട് വിശ്വസിക്കുന്നു. രണ്ടാമത്, പ്രകൃതിയോട് ചേർന്ന് ജീവിക്കുന്ന പ്രയാസമാണ് നമുക്ക് തോന്നുന്നത്, നമ്മൾ പ്രകൃതിയിൽ നിന്ന് അകന്നു പോയത് കൊണ്ടല്ലേ. 3, പ്രകൃതിയോട് ചേർന്ന് ജീവിതം നഷ്ടമെന്ന് തോന്നുന്നത് നാം യാഥാർത്ഥ്യ ആവശ്യങ്ങളും കൃത്യമാവശ്യങ്ങളും വേർതിരിച്ചറിയാത്തത് കൊണ്ടല്ലേ. 3 വളരെ റെലവൻ്റായിട്ട ചോദ്യങ്ങളാണ്. അതിലൂടെ നമ്മൾ ഇതിനെ പഠിക്കാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ ഈ ആദ്യത്തെ ചോദ്യത്തിന് തന്നെ നമ്മൾ കൂടുതൽ ഉപഭോഗം. അപ്പോൾ കൂടുതൽ ഉപഭോഗം എന്നുള്ളത് ഇന്നത്തെ, അപ്പോൾ അതിന് ബാക്ക്ഗ്രൗണ്ടായിട്ട് ഞാനൊരു ഇത് പറയാം. 7 ഡെഡ്ലി സിൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒന്ന് ഫസ്റ്റ് പ്രൈഡാണ്, ഫോൾസ് പ്രൈഡ് എന്ന് നമ്മൾ പറയുന്നത്. രണ്ടാമത്തെ ഗ്രീഡ്. മൂന്നാമത്തെ ലസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ സെക്ഷൽ ലസ്റ്റ് എന്നുള്ളതല്ല, അത് ആസക്തികൾ. പിന്നുള്ളത് എൻവി, മറ്റുള്ളവനെ കണ്ടിട്ട് നമുക്ക് അസൂയ തോന്നുന്നത്. പിന്നൊന്നാണ് ഗ്ലൂട്ടണി. ഈ ഗ്ലൂട്ടണിയാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓവർ കൺസംഷൻ എന്ന് പറയുന്നത്, കിട്ടുന്നതെല്ലാം വാരി വലിച്ച് കയ്യിലാക്കുക. അത് ഉപയോഗിച്ചില്ലെങ്കിലും നമ്മൾ സൂക്ഷിച്ച് നമ്മുടെ കയ്യിൽ തന്നെ ഇരിക്കണമെന്നുള്ളൊരു ഇതിലൂടെ. പിന്നുള്ളത് ഒരു കോപം. പിന്നെ സ്ലോത്ത് എന്ന് പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കാറില്ല. സ്ലോത്ത് എന്ന് പറയുന്നത് ലേസിനെസ്സാണ്. നമുക്ക് ഉള്ള തന്നിട്ടുള്ള ധർമ്മങ്ങളെ നമ്മൾ നിർവഹിക്കാതിരിക്കുന്നതിന് ലേസിനെസ് എന്ന് പറയുന്നു. അതും ഈ ഡെഡ്ലി സിൻസിൻ്റെ കൂട്ടത്തിൽ കൂട്ടിയിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഈ ഒരു അനാലിസിസിൽ കൂടെ തന്നെ നമുക്ക് ഇതിൻ്റെ മൊത്തം ഇത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൗകര്യത്തിലോട്ട് കൂടുതൽ സൗകര്യം കിട്ടുകയാണ് ഏറ്റവും ബെസ്റ്റ് എന്നുള്ള ഒരു കംഫർട്ട് സോണിനെ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ള ഒരു രീതിയിലാണ്. അപ്പം AC മാത്രമല്ല, AC നമ്മൾ വീട്ടിൽ വരുന്നതന്നെ AC നമ്മളെ തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് വേണ്ടിയനുസരിച്ചിട്ടുള്ള കൂളിംഗ്, നമ്മുടെ റിക്വയർമെൻറ്റ് ഏത് ടെമ്പറേച്ചറാണെന്നോ അതറിഞ്ഞ് അത് തന്നെത്താനെ, അതായത് ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കൊണ്ടുവന്നിരിക്കുന്ന ഇന്നോവേഷനാണ്. നമ്മൾ വീട്ടിൽ കയറിയ ഉടനെ തന്നെ അത് സെൻസ് ചെയ്തിട്ട് വേണ്ട ടെമ്പറേച്ചർ, അതായത് വീട്ടിൽ വരുന്നുണ്ടെന്ന് തന്നെ അത് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ കംഫർട്ടിൻ്റെ മുന്നോട്ട് പോകാനുള്ള ഏതൊക്കെ എക്സ്റ്റെൻറ്റ് വരെ കൊണ്ടുപോകുന്നു ആ എക്സ്റ്റെൻറ്റ് വരെ കൊണ്ടുപോകുന്നു. അതുപോലെ തന്നെ ഈ കൺസ്യൂമറിസത്തിൽ ഈ നമ്മൾ ഇൻഡസ്ട്രിയലൈസേഷൻ്റെ അകത്ത് ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻസ് ഒപ്റ്റിമൈസ് ചെയ്യാനുള്ള ഒരു മെത്തേഡ് എന്നുള്ള രീതിയിലാണ് കൺസ്യൂമർ ഇൻഡസ്ട്രിയലൈസേഷനെ കരുതിയത്. പക്ഷേ അത് വന്നിട്ട് അതിനെ ഓവർ മർച്ചൻഡൈസിങ് എന്നുള്ള ഒരു രീതിയിൽ, അതായത് ഒരു സാധനത്തിൻ്റെ എത്ര വേരിയേഷന്, ഇപ്പം പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ 2 സീസണേ ഉണ്ടായിരുന്നുള്ളൂ ഉടുപ്പുകൾക്ക്. അത് കഴിഞ്ഞത് 4 സീസണാക്കി. അപ്പം 4 സീസണിലുള്ള ഓരോന്ന് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ പുതിയ വരുന്നതനുസരിച്ച് ആ ട്രെൻഡ്സ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അത് ഓരോ മാസവും ഓരോ ഇതായിട്ട് വന്നു. അപ്പോൾ അതിനെ എന്തുമാത്രം മർച്ചൻഡൈസിങ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എന്താ പറ്റുന്ന നമ്മൾ ആ ഓവർ കൺസംഷനിൽ നമ്മൾ എന്തുമാത്രം വേസ്റ്റ് ചെയ്യുന്നുള്ളത് നോക്കണം. ഈ ട്രെൻഡിങ്ങിനനുസരിച്ചിട്ട് നമ്മളിവിടെ പ്രൈഡ് ഉണ്ട്, ആ ഗ്രീഡുണ്ട്, ഈ സംഗതികളെല്ലാം ഈ പറഞ്ഞ ഡെഡ്ലി സീൻസ് എല്ലാം അവിടെ പ്രായോഗികമാണ്. അതിനനുസരിച്ചാണ് അതിൻ്റെ പുറകെ പോകുന്നത്. ട്രെൻഡ് വരുന്നതനുസരിച്ചിട്ട് നമ്മളത് ഇട്ടില്ലെന്നുണ്ടെങ്കിൽ മറ്റുള്ളവനെന്ത് വിചാരിക്കും, മറ്റുള്ളവന് ഒരു പുതിയ ട്രെൻഡ് ഇപ്പോൾ പുതിയ ഇറങ്ങിയ ഉടുപ്പിട്ട് കഴിഞ്ഞാൽ നമുക്കത് അങ്ങനെ അസൂയപ്പെടുക എന്നുള്ളത്, ഈ പറഞ്ഞ ഡെഡ്ലി സീൻസിൻ്റെ ഓരോ ആസ്പെക്റ്റും അതിൻ്റെ അത് വളരെ പ്രായോഗികമായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ പ്രകൃതിയോട് ചേർന്ന് ജീവിക്കുന്നത്. ആ പ്രകൃതിയോട് ചേർന്ന് ജീവിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ അതിൻ്റെ ആ ഒരു ശരിക്കുള്ള റിസോഴ്സ് ഡിസ്ട്രിബ്യൂഷൻ പാറ്റേൺ പ്രകൃതിയിലുള്ളത് അത് മനസ്സിലാകാത്തത് കൊണ്ടാണ് അങ്ങനെ പ്രകൃതിയോട് അകന്നു പോയത്. അങ്ങനെയാണ് ആ ഡിസ്ട്രിബ്യൂഷൻ, അവിടെയുള്ളൊരു പ്രകൃതിയിലെ വിന്യാസങ്ങൾ
ഇവിടെ എങ്ങനെയാണ് പ്രകൃതി ആ താളത്തിൽ നിലനിർത്തിയേക്കുന്നത് എന്നുള്ളൊരു മനസ്സിലാക്കൽ, ആ ബോധ്യം ഇല്ലാത്തതിൻ്റെ അഭാവത്തിലാണ് ഈ പ്രശ്നങ്ങളെല്ലാം നമ്മൾ അതിൽ നിന്ന് അകന്നകന്ന് പോയിട്ട് നമ്മളെ ഒരു ഇൻഡിവിഡ്വലിസ്റ്റിക് കൺസേണിലോട്ട് മാറ്റിയത്. ഇൻഡിവിഡ്വലിസം അല്ല, കോഓപ്പറേറ്റീവ് എക്സിസ്റ്റൻസ് ആണ്, ഇൻ്റർ കണക്റ്റഡ്നെസ് ആണ് എന്നുള്ളൊരു ബോധ്യം നമുക്ക് കിട്ടിയിട്ടില്ല. അതുപോലെ തന്നെ പ്രകൃതിയോട് ചേർന്ന ജീവിതത്തിന് ഇപ്പോൾ ഇന്ന് നമ്മൾ മിനിമലിസം പറഞ്ഞു കഴിഞ്ഞാൽ ദാരിദ്ര്യവാസി എന്നാണ് പറയുന്നത്. കാരണം ആ ഒരു രീതിയിലാണ് അണ്ടർസ്റ്റാൻഡിങ്. നമ്മളെന്തിനാ ദാരിദ്ര്യത്തിൽ ജീവിക്കുന്നുണ്ട്, അത് ദാരിദ്ര്യം അല്ല എന്നുള്ളത് മനസ്സിലാകുന്നില്ല. അവിടെയാണ് ആ പ്രശ്നങ്ങൾ ഇവിടെ. ഗുണഭോഗം നമ്മളിവിടെ പറയുന്നതിൻ്റെ വേണ്ടിയത് വേണ്ട, അതായത് ക്വാളിറ്റി കൺസംഷൻ എന്നുള്ളതും ക്വാണ്ടിറ്റി, റിക്വയർഡ് ക്വാണ്ടിറ്റി എന്നുള്ളത് മാത്രം നമ്മൾ നോക്കിയാൽ മതി. ആവശ്യമില്ലാതെ നമ്മൾ വരിച്ച അത് ഇന്നത്തെ രോഗത്തിൻ്റെ, നമ്മൾ തിന്ന് ചാവുന്ന മനുഷ്യരെന്ന് തന്നെ ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ ഇത് നമ്മളിതിനെ മനസ്സിലാക്കുന്നുണ്ട്. അതിൻ്റെ അടുത്ത എക്സ്റ്റെൻറ്റ് എവിടൊക്കെയായി നമ്മൾ പോയി ഈ പെട്ടിരിക്കുന്നതെന്നുള്ളത്, ശരിക്കും പെട്ടിരിക്കുകയാണ്. ആ ഒരു ഇത് മനസ്സിലാകാത്തതുണ്ട്. അതായത് ലോകത്തിൽ പ്രകൃതിയിലെ അബണ്ടൻസ് എന്നുള്ളത്, ആ സമ്പന്നത എന്നുള്ളത്, അത് ഇൻ്റർ കണക്റ്റഡ്നെസ്സും ഡൈവേഴ്സിറ്റി, റിസോഴ്സ് ഫ്ലോ സൈക്കിൾസും നെറ്റ്വർക്ക് പാറ്റേൺസും ഇതെല്ലാം കൂടെ ചേർന്നിട്ടുള്ളൊരു ആണെന്ന് മനസ്സിലാക്കാതെ ഇത് നമ്മൾ ദാരിദ്ര്യത്തിൽ ജീവിക്കുന്ന എന്തിനാന്നുള്ള ആ ഒരു ചോദ്യം വരുന്നത് ആ ഒരു മൈൻഡ് സെറ്റിൽ നിന്നാണ്. അപ്പം ഇപ്പം നമ്മൾ ജീവിക്കുന്ന പ്രായോഗികമായിട്ടുള്ള അൺസസ്റ്റൈനബിൾ പ്രാക്ടീസസിൻ്റെ ഫലമായിട്ട് വളരെയധികം ചേഞ്ചസ് വന്നിട്ടുണ്ട്. നമ്മളതിനുള്ള പ്രകൃതി അതിനുള്ള ഇത് കുറേശ്ശെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അത് കൂടി വരുന്നുണ്ട്. കാരണം നമ്മളെല്ലാ ബൗണ്ടറീസും ക്രോസ് ചെയ്ത് കഴിഞ്ഞു ഓൾമോസ്റ്റ്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ കാണുന്നുണ്ട്. നമുക്ക് 2018 പ്രളയം കണ്ടു, കൊറോണ കണ്ടു, ക്ലൈമറ്റ് അബ്നോർമാലിറ്റീസ് ഒത്തിരി കണ്ടു. അപ്പോൾ അതുപോലെ തന്നെ ഹെൽത്ത് ക്രൈസിസ്, മെൻ്റൽ ക്രൈസിസ്, ഫിസിയോളജിക്കൽ ക്രൈസിസ് എല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെപ്പറ്റി നമ്മൾ വറീഡ് ആകുന്നില്ല എന്നുള്ളതാണ്, അതിൻ്റെ ഇമ്പോർട്ടൻസ് ശരിക്കും മനസ്സിലാകുന്നില്ല എന്നുള്ള ഒരു രീതിയിലാണ്. അപ്പം മിനിമലിസം എന്ന് പറയുന്നത് ഇതല്ല, പ്രകൃതിയോട് ഇണങ്ങിയ ജീവിതമാണ് എന്ന് മനസ്സിലാക്കണം. പ്രകൃതിയോടെ ഉള്ള ജീവിതത്തിൽ നമ്മൾ ഈ പ്രോബ്ലംസ് എല്ലാം നമ്മളിതിനെ കുറേശ്ശെ പരിഹരിക്കാൻ പറ്റും എന്നുള്ളത് കൊണ്ടാണ് ആ ഒരു രീതിയിൽ, ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്, ഈ ബോധ്യം വരാതെ ഇത് മുന്നോട്ട് പോകാനൊക്കത്തില്ല. അതുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ നമ്മൾ തന്നോട് ഉള്ളിലോട്ട് ചോദിക്കുക എന്നുള്ളതാണ്. പക്ഷേ അതിനായിട്ട് ബോധ്യങ്ങൾ അത് നമ്മൾ തിരക്കി മനസ്സിലാക്കിക്കൊണ്ടിരുന്നേ പറ്റുള്ളൂ. ഇതെല്ലാം എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്നുള്ള ഒരു തിരിച്ചറിവ് വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഇത് ശരിക്കുള്ള ബോധ്യങ്ങളിൽ എത്താൻ പറ്റും. അതാണ് നമ്മളിവിടെ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നന്ദി, നമസ്കാരം. തുടർന്ന് കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.